ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോണത് ഒരു ചെറിയൊരു കഥയാണ്. ചെറിയൊരു കഥ പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ നടന്ന ചെറിയൊരു കഥ. ഓണമൊക്കെ അല്ലേ വരുന്നത്. ഈ ഓണത്തിന്റെ സമയമാകുമ്പോൾ നമുക്ക് നമ്മുടെ ബാല്യകാലത്തെ കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ ഓർമ്മ വരുമല്ലോ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ ഓർമ്മ വന്ന ചെറിയൊരു കാര്യമാണ്, ചെറിയൊരു കഥയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കുറെ ആൾക്കാർക്ക് ചിലപ്പോൾ ആരുടെ പേര് പറയുന്നില്ല, പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിഷയമാവും. അതുകൊണ്ട് കാരണം ഇപ്പോൾ എല്ലാവരും വലിയ നിലയിലും ഒരുപാട് ആൾക്കാർ അച്ഛന്മാരൊക്കെയാണ്, പള്ളിയിലങ്ങനെയല്ല, കുട്ടിയുടെ അച്ഛൻ അങ്ങനെയൊക്കെ ആയിട്ട് ഭാര്യ മക്കളൊക്കെ ആയിട്ട് നല്ല സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആരുടെയും പേര് പറയുന്നില്ല, ആരുടെയും പേര് പറയാം, എൻ്റെ കുറച്ച് കസിൻസ് ആണെന്ന് വിചാരിച്ചു അങ്ങനെ. അപ്പോൾ അങ്ങനെ വയ്ക്കാം. അപ്പോൾ ഞങ്ങൾ ഈ ഓണത്തിന്റെ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് പോക്കറ്റ് മണി ഒന്നും അന്നത്തെ കാലത്ത് നമുക്ക് ആരും അങ്ങനെ പോക്കറ്റ് മണി ഒന്നും തരാനുള്ള ആൾക്കാരില്ല. അതിന് മാത്രം ഒരു സാമ്പത്തികമായിട്ടുള്ള ഇതായിട്ടുള്ള ആൾക്കാരല്ല. അപ്പോൾ നാട്ടിൻപുറത്തെ ഒരു ലൈഫ് എങ്ങനെയാണെന്നുള്ള എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഈ പോക്കറ്റ് മണിക്ക് വേണ്ടി കണ്ടെത്തിയിരുന്നത് കശുവണ്ടി പൊട്ടിക്കുക, കട്ട് പൊട്ടിക്കുക എന്ന് വെച്ചാൽ കണ്ടവന്മാരെ പറമ്പിൽ പോട്ട് കശുവണ്ടി പൊട്ടിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി വിൽക്കുക. കശുവണ്ടി നമ്മുടെ നാട്ടിൽ പറങ്കേണ്ടി അണ്ടി പൊട്ടിക്കാൻ വേണ്ടി പോവുക. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു, എന്ത്, ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഓണത്തിന് ഓണം വിഷുവൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആഘോഷത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കശുവണ്ടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ ചേട്ടന്മാരായിട്ടുള്ള 2-3 ആൾക്കാരുണ്ട്, എന്നേക്കാൾ പ്രായം കൂടിയുള്ള 2-3 ഏട്ടന്മാരും ഉണ്ട്, എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരാൾ കൂടിയുണ്ട്, ഒരു ചെറിയ പയ്യനടവേ, എന്നേക്കാൾ 2-3 വയസ്സ് താഴെയായിരുന്നു. അന്ന് എനിക്കൊരു 15 വയസ്സുണ്ടെങ്കിൽ അവനൊരു 12 വയസ്സ്, 13 വയസ്സ്, അങ്ങനെയാണ്. അവനാണ് ഒരു കുട്ടിക്കുറുത്തായിട്ടുള്ള സാധനം, ഒരു മൂട്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ആദ്യം അങ്ങ് മാങ്ങാട്ടൂർ എന്ന എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയി, ഒരു ആനത്തോല് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ കുറച്ച് കശുവണ്ടിയൊക്കെ പൊട്ടിച്ചു. കുറച്ചുള്ളൂ കേട്ടോ, അത്ര വലിയ ഭീകരമായിട്ടുള്ള കള്ളന്മാരൊന്നല്ല ഞങ്ങൾ. താഴത്ത് വീണ് കിടക്കുന്നതും പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് പൊട്ടിച്ചിട്ടുള്ള കുറച്ച് സാധനം. അപ്പോൾ ഒരു ഇത്ര മൂന്നൊരു സഞ്ചിൽ അന്നൊരു 10 രൂപ കിട്ടിയാൽ തന്നെ ഞങ്ങൾ 5 ആൾക്കാർക്ക് കൂടി ഞങ്ങൾ 10 രൂപ കിട്ടിയ ഒരു ജീരക സോഡയ്ക്ക് ഒരു ജീരക സോഡയും ഇതൊക്കെ കുടിക്കേണ്ട അങ്ങനത്തെ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. ഞങ്ങൾ അങ്ങനെ നിശമാധവനല്ല, ചെറിയ മാധവൻ മാത്രമായിട്ടുള്ളൂ. ഒരു കുട്ടികളിലൊക്കെ ഇടയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിനിപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേന് വലിയ വിഷയമാവും എന്നുള്ളതാണ് സംശയം. എന്നാലും അത്ര വലിയ വിഷയങ്ങളൊന്നുമില്ല, ചെറിയ കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു തമാശയിൽ എടുക്കണ്ടല്ലോ, കുട്ടികളുടെ കാര്യങ്ങളല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ പോയി ഒരു സ്ഥലത്ത് നിന്ന് പൊട്ടിച്ചു. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് കൂടെ പോകുമ്പോൾ അവിടെ വീണ് കിടന്നിരുന്നതൊക്കെ ഞങ്ങൾ പെറുക്കിയെടുക്കാൻ തുടങ്ങി. താഴെ വീണ് കിടക്കുന്നതും ഞങ്ങൾ പെറുക്കിയെടുക്കാൻ തുടങ്ങി. പിന്നെ മുകളിൽ കയറുമ്പോൾ പേടിയാണ്. ഈ കശുമാവിൻ്റെ പറങ്കിമാവിൻ്റെ, ഞങ്ങളുടെ നാട്ടിൽ പറങ്കിമാവെന്ന് പറയും, പറങ്കിമാവിൻ്റെ ഈ മുകളിലൊക്കെ കയറിയിട്ട് ചിലപ്പോൾ എൻ്റെ അറ്റത്തൊക്കെ ഒരു സാധനം നിൽക്കുന്നുണ്ടാവുക, അത് പോയി പൊട്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ലേശം പാടാം. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങളങ്ങനെ കറങ്ങി ലാസ്റ്റ് ഒരു കുണ്ടയാറ് പാലമുണ്ട്, അതിൻ്റെ അടുത്തെത്താനുള്ളൊരു സ്ഥലത്തെത്തി. ആ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി നിന്ന്, ഞങ്ങൾ 4-5 പേരുണ്ട്. അപ്പോൾ 2 ആൾക്കാർ താഴത്ത് വന്നു, 3 ആൾക്കാർ, ഞാൻ, പിന്നെ ഞാൻ പറഞ്ഞ 2 ചേട്ടന്മാർ, പിന്നെ 2 ആൾക്കാർ മുകളിലും, പിന്നെ ഒരു അനിയനും ഉണ്ടല്ലോ, ഒരു ചെറിയൊരു പയ്യനും കൂടി ഉണ്ട്, അവൻ താഴത്തുണ്ട്. ഞങ്ങളിങ്ങനെ നിന്നു. മുകളിൽ ഈ സാധനം ഇങ്ങനെ ഒരാളിങ്ങനെ ഞങ്ങൾ പൊട്ടിക്കുന്നത് വരെ വളരെ വിദഗ്ധമായിട്ടാണ്, ഈ പറഞ്ഞ പോലും അറിയാതെ അതിൻ്റെ 3 അണ്ണി മാത്രം പൊട്ടിച്ചിട്ട് താഴത്തേക്കിട്ട് കൊടുക്കാം, കശുവണ്ടി മാത്രം താഴത്തേക്കിട്ട് കൊടുത്തിട്ട് ഞാൻ താഴത്ത് ഇങ്ങനെ കവറിലെടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലൊന്ന് അന്നൊരു റീബോക്കിൻ്റെ ട്രൗസറൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കുറേ പോക്കറ്റൊക്കെ ഉള്ളത്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ തിരികിയിട്ട് ഞാനിങ്ങനെ ഫുൾ സെറ്റാക്കിയിട്ട് പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഈ കവറിലും ഇടുന്നുണ്ട്. നമ്മൾ കാശ് സുരുക്കൂട്ടുണ്ടല്ലോ, എല്ലാം കൂട്ടിയിട്ട് നമ്മൾ വിചാരിച്ചൊക്കെ കൂടുതൽ കിട്ടിയേക്കല്ലേ, ഒരു 1/2 കിലോ അല്ലെങ്കിൽ 1 കിലോയിൽ കൂടുതൽ നമുക്ക് കിട്ടി. അപ്പം നമ്മളെന്താ, ഓക്കെ സെറ്റ്. അപ്പോൾ അതിങ്ങനെ പറിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ പറഞ്ഞ് പെട്ടത് ഓടിക്കോ എന്നുള്ളൊരു സൗണ്ട് കേട്ട്. ഓടിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ ഇറങ്ങി ഓടി. ഇതിൻ്റെ മുകളിൽ നിന്നേരത്തെ പൊട്ടപ്പെട്ടാന്ന് പറഞ്ഞിട്ട് താഴത്തും വീണ്. ആ വീഴ്ചയിൽ കൂടെ നിന്നിരുന്നൊരു ചെറുതുണ്ടായിരുന്നല്ലോ, അവൻ പേടിച്ചു. ഒരു ചേട്ടൻ അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു, പറമ്പിൻ്റെ ഓണർ വന്നിട്ട് എല്ലാവരും വിട്ടു. അങ്ങേർക്ക് ഓടി കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരുത്തരേ ഉള്ളൂ ആ മൂട്ട. അവനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തൂക്കിയിട്ടേക്ക, ഇങ്ങനെ കിട്ടുന്ന ആടുകവേ. അവൻ്റെ ചേട്ടനുണ്ട് ഞങ്ങളുടെ കൂടെ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കോമഡി. ഓടി
ഞാൻ ഓടിയിട്ട് ഞാൻ ഏതൊക്കെയോ പറമ്പും ചാടി കിടന്ന് അവിടെ നിന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയിരിക്കുക. അത് കുനിഞ്ഞ് നിന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുക, ഒരു പറമ്പിന്റെ അടിയിൽ നിന്നിട്ട്. അപ്പോൾ അതിന് എല്ലാവരെയും വിളിച്ചു വരുത്തി. ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും വീണ് കിടക്കുന്നതും പൊട്ടിച്ചതുമായിട്ടുള്ള കുറേ ഇതുള്ള ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഇത് മുഴുവൻ ഇയാൾക്ക് കൊടുത്തു. ഇയാൾ അത് മുഴുവൻ വാങ്ങിച്ചിട്ട് പറഞ്ഞു, ഇല്ല നിങ്ങളൊക്കെ വീട്ടുകാരനെ വിളിക്കുകയോ, അങ്ങനെയാണ് നിങ്ങളോട് എല്ലാവരോടും ഇത് പ്രശ്നങ്ങളാണ്, ഇതെല്ലാവരുടെയും അറിയിക്കണം, നിങ്ങൾ കള്ളന്മാരാക്കുക. ഞങ്ങളാകെ പേടിച്ചില്ലേ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ എത്തിയിട്ടില്ല കേട്ടോ, ഞാൻ മൂലക്കിലാണ്, ഞാൻ ഓടിയുള്ളൂ. പിന്നെ ലാസ്റ്റ് അവൻ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തരും കൂടി ഉണ്ടായിരുന്നു, അവരും കൂടി വരണം, അവൻ വന്നല്ലാതെ നിങ്ങളെ വിടില്ല. പിന്നെ എല്ലാവരും അവിടെ നിന്ന് അപ്പോ വാടാ എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഞാനും അവിടുന്ന് വന്നു. അവിടുന്ന് വരുമ്പോൾ ചേട്ടാ എൻ്റെ പോക്കറ്റിലാകതേ ഉള്ളൂ, ഇത് കൊടുത്ത് ഇതും കൂടി നിങ്ങൾ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്ത്. അപ്പോൾ അങ്ങേര് പറഞ്ഞു, എന്നാ പൊക്കോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. കാരണം അങ്ങേർക്ക് ലാഭല്ലേ. അങ്ങനെ വിചാരിച്ചേക്കാൾ കൂടുതൽ അങ്ങേരെ പറമ്പിലുള്ളവരെയൊക്കെ കൂടുതൽ ഞങ്ങൾ കൊണ്ടു കൊടുത്തു. അങ്ങേര് വെരി ഹാപ്പി. ഞങ്ങളോട് പിന്നെ പറഞ്ഞെന്താ, നിങ്ങളവിടെ വീട്ടിലെത്തുമ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് വരുന്ന. അങ്ങേരെ അതിനൊന്നും നിന്നില്ല. പക്ഷെ അപ്പോഴത്തേനും ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ആദി, ഒരു പേടി, അതോടുകൂടി ആ പരിപാടി ഞങ്ങൾ നിർത്തി. ഞങ്ങൾ ഈ സാധനമൊക്കെ കൊണ്ടുപോയിട്ട് വിൽക്കാൻ പോണത് ആലിക്ക എന്ന് പറഞ്ഞൊരു ഞങ്ങളുടെ നാട്ടിലത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റ് എന്ന് തന്നെ പറയാം. കാരണം മാങ്ങാട്ടൂർ എന്ന് പറയുന്ന സ്ഥലം അറിയപ്പെട്ടിരുന്നത് ശരിക്കും വേണമെങ്കിൽ ആലിക്കാന്റെ കട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞിട്ടുണ്ടോ. അവിടെ ഡ്രസ്സ് ഉണ്ടാവും, വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങൾ ഉണ്ടാവും, പിന്നെ സൂചി, നൂല്, പിന്നെ ഡ്രസ്സ്, ചെരുപ്പ്, അണ്ടർ ഗാർമെന്റ്സ്, എല്ലാ സാധനവും ഉണ്ടാവും. എല്ലാം ഉള്ളൊരു കടയായിരുന്നു ഞങ്ങളുടെ ആലിക്കാന്റെ കട. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ, അവിടെ സിമെന്റും മണലും വരെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം വേണമെങ്കിലും ആൾക്കാർക്ക് കൊടുക്കാന്നുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു ആൾക്കാർ. ആളൊക്കെ മരിച്ചുപോയി. പക്ഷെ ആളൊക്കെ ഒരു ഭയങ്കര ഓർമ്മയാണ്. അങ്ങേരൊക്കെ ഞങ്ങളുടെ നാടിന്റെ തന്നെ ഒരു വലിയൊരു സ്വത്തായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും. ഞങ്ങളൊരു ഏതൊരു ലോ ക്ലാസ് ആണെങ്കിലും മിഡിൽ ക്ലാസ് ആണെങ്കിലും ആ ഫാമിലിക്ക് പറ്റുന്ന കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ലുലുമാളായിരുന്നു അത് ഈ വീഡിയോ കാണുന്ന പലർക്കും അതറിയാം. അത് ഒരുപാട് പേർക്ക് ഈ വീഡിയോ കാണുന്ന ഞങ്ങളുടെ നാട്ടിലുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും എല്ലാവരും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ആ ഒരു സ്ഥലത്തെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആ ഒരാള് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഉണ്ടായത് എന്നുള്ളത്. അത് അടിപൊളിയാണ്. അങ്ങനെയൊക്കെ ഒരു മേശ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ഈ വണ്ടി കൂട്ടിയിട്ട് വിൽക്കാൻ പോകണമെന്ന് ഇങ്ങനെ അടുത്ത് വിൽക്കാൻ പോകുമ്പോൾ എന്താ വെച്ചിട്ടാ, ഇങ്ങനെ അത് നോക്കുന്നില്ല, പിള്ളേരല്ലേ, അങ്ങേർക്കും അറിയാം ഞങ്ങൾ ചെയ്യണതും ചെറിയ ഇതുണ്ട്, ഞങ്ങൾ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങേര് അതിലും വലിയ ആളാ. എന്ന് വെച്ചാല് അന്ന് ഞങ്ങൾക്ക് ഒരു 10 രൂപ ഒരു കിലോയ്ക്ക് തരുമെന്ന് പറഞ്ഞിട്ട് പുറത്ത് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മൂപ്പര് അത് 9 രൂപയ്ക്കും അല്ലെങ്കിൽ 8 രൂപയ്ക്കും. എന്നാലും കുഴപ്പമില്ല. അങ്ങേര് എന്നാലും അതിന്റെ കൂട്ടത്തിൽ നിന്നിട്ട് ഞങ്ങൾക്ക് അത് 10 രൂപ 2 രൂപ നിങ്ങൾ എക്സ്ട്രാ എടുത്തോടാ, അങ്ങേര് തരിക എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര അങ്ങേരോട് ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. ഒരു ചെറിയ പിള്ളേരാകുമ്പോൾ ഞങ്ങൾ ഇതേപോലെ തന്നെ ഇതിങ്ങനെ കവറിലാക്കിയിട്ട് നമ്മൾ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു 10 എണ്ണം ഉള്ളു വെച്ചാൽ 10 എണ്ണം കൊണ്ടുപോയി വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ആ ഗ്രാമം വെച്ച് ഇങ്ങനെ തൂക്കുമ്പോൾ അത് ആ മറ്റേ കട്ടി വെച്ചിട്ട് തൂക്കുക. ആ കട്ടി ഇങ്ങനെ വരുന്നുണ്ട് വെച്ചാൽ അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇല്ല ഇത് 90 ഉള്ളൂ, 100 ഗ്രാം ഉള്ളൂ വെച്ചെങ്കിൽ ചിലപ്പോൾ 2 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മിഠായി കിട്ടും. കട്ടി മിഠായി ഒക്കെ ഉണ്ടല്ലോ, കട്ടി മിഠായി, പിന്നെ നാരങ്ങ മിഠായി, പിന്നെ ഗ്യാസ് മിഠായി, പിന്നെ പാൽഗോവ പോലത്തെ ചെറിയ ചെറിയ കട്ട അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കടിച്ചാപ്പറച്ചി നിൽക്കണവരിൽ എന്താ പറയുക, പല്ലൊട്ടി, ഒരു കറുപ്പ് ടാറ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അത്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ആ സാധനത്തിനൊക്കെ വേണ്ടി ഞങ്ങൾ കൊണ്ടുവയ്ക്കുമ്പോൾ ഒരു 10 എണ്ണം നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. 10 എണ്ണം നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അങ്ങേരുടെ അപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ടാവും ബാക്കി 12 എണ്ണം കൂടി. അങ്ങേര് ബാക്കി വാങ്ങിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും. ഞങ്ങളിത് 10 എണ്ണം ഇടും, അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള 2 എണ്ണം കൂടി ഇട്ട് കൊടുത്തിട്ട് 100 ഗ്രാം അതിൽ വെച്ചാൽ കറക്റ്റ് ആക്കും. ഇതെങ്ങനെയാണ് ഇപ്പോൾ കൂടിയെന്ന് വെച്ചാൽ ഇതിൻ്റെ പോക്കറ്റിൽ ബാക്കിയുള്ള 2 എണ്ണം കൂടി ഉണ്ട്, അത് കൂടി വെച്ചതാന്ന് പറയും. പക്ഷെ അങ്ങനെ അത് വിശ്വസിക്കും, അത് അങ്ങനെ കണ്ടിട്ടും ഉണ്ടാവും. പക്ഷെ ആള് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെയ്തു തരുന്നൊരു ഫേവറാണ്. എല്ലാ നാട്ടിലും ഇതുപോലത്തെ കുറേ കടകളുണ്ടാവും. എല്ലാ പഴയ ആളുകൾക്കും അല്ലെങ്കിൽ എല്ലാ ഇപ്പോൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ജോലിയൊക്കെ ചെയ്ത് ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഇതുപോലെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കഥകളുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലും ഇതുപോലത്തെ ഒരു ആളുണ്ടാവില്ലേ, അല്ലെങ്കിൽ നിങ്ങളും പോയിട്ടുണ്ടോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടാറ്റ.